ഡ്രൈവിംഗ് ടെസ്റ്റിന് അനുവദിച്ച സ്ലോട്ട് റദ്ദാക്കി പെരിന്തൽമണ്ണ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ലൈസൻസിന് അപേക്ഷിച്ചവരുടെ പ്രതിഷേധം. മെയ് മാസത്തിൽ അനുവദിച്ച സ്ലോട്ടുകളാണ് റദ്ദാക്കിയത്. ലൈസൻസിന് അപേക്ഷിച്ച സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കൂട്ടമായി RTO ഓഫീസിലെത്തി പ്രതിഷേധിക്കുകയായിരുന്നു. പരാതി സംബന്ധിച്ച് വകുപ്പ് മേൽഘടകത്തിലേക്ക് അറിയിക്കുമെന്ന് ജോയിന്റ് RTO അറിയിച്ചു. തുടർന്ന് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോവുകയായിരുന്നു. കഴിഞ്ഞ ജനുവരി മാസം മുതൽ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിച്ചവരുടെ ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള സ്ലോട്ടാണ് റദ്ദാക്കിയത്. മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ അനുവദിച്ച സ്ലോട്ടാണ് റദ്ദാക്കിയത്. സ്ലോട്ട് റദ്ദാക്കിയതായി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ അടുത്ത ദിവസം അപേക്ഷകരുടെ മൊബൈൽ ഫോണുകളിൽ മെസ്സേജ് ലഭിക്കുകയായിരുന്നു. വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ലൈസൻസിന് ടെസ്റ്റ് കിട്ടിയത്. എന്നിട്ട് ഇപ്പോൾ ഡേറ്റ് കിട്ടിയപ്പോൾ അവർ പറയാണ് ഒറ്റയടിക്ക് നമ്മളൊരു പെർമിഷൻ പോലും ചോദിക്കാണ്ട് അവരാണ്ട് ക്യാൻസൽ ചെയ്തു. ഇനിയിപ്പോൾ നമ്മളൊക്കെ എന്താ ചെയ്യുക? അതന്നെ ഇലക്ഷൻ്റെ ഇത് കഴിഞ്ഞു. ഇലക്ഷൻ്റെ ഇത് കഴിഞ്ഞേക്കും കറക്റ്റ് 9:30 ആയപ്പോഴാണ് നമുക്ക് മെസ്സേജ് വരുന്നത്. അപ്പം എന്താ ഇലക്ഷൻ്റെ ആ ചൂടൊന്ന് ഇതാവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു എന്നാണ് തോന്നണത്. നമ്മളൊക്കെ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ പുറത്ത് പോകാൻ കാത്തിക്കണോ, ലൈസൻസ് കിട്ടിയിട്ട് പുറത്ത് പോകാൻ നിൽക്കണവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഇനി എന്താ ചെയ്യുക? സ്ലോട്ട് റദ്ദാക്കിയതിനെ തുടർന്ന് ലൈസൻസിന് അപേക്ഷിച്ച വനിതകൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കൂട്ടമായി പെരിന്തൽമണ്ണ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. COVID-19 കാരണം ക്യാൻസൽ ചെയ്തുവെന്നാണ് അപേക്ഷകരുടെ മൊബൈലിൽ മെസ്സേജ് എത്തിയിട്ടുള്ളത്. COVID-19 ഡ്യൂ ടു COVID-19 എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവർ പിന്നെ ഭീതി പുലർത്തല്ലേ ചെയ്യണത്. ഇതൊന്ന് എഡിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സും കൂടി അവർക്ക് ആർക്കും കാണിക്കാൻ വയ്യ. റീസൺ പറഞ്ഞത് നിങ്ങൾക്കറിയാം COVID-19 മൂലമെന്നാണ്. ഇതുവരെ അവരെ തിരുത്താനുള്ളൊരു മനസ്സ് പോലും കാണിച്ചിട്ടില്ല. COVID-19 കഴിഞ്ഞിട്ട് 2 വർഷമായി എങ്കിൽ പോലും നിർത്താനുള്ളൊരു മനസ്സ് കാണിക്കാതെ ഈ കറക്റ്റ് ഇന്ന ആൾക്കാർക്ക് ടെസ്റ്റ് നിർത്തിവെച്ചു അല്ലെങ്കിൽ ടെസ്റ്റിന് ഗ്രൗണ്ട് ഇല്ല എന്നൊരു റീസണൊന്നും അല്ല തന്നിട്ടുള്ളത്. ഇപ്പം ഇതിൽ ഒരുപാട് പേര് അത്യാവശ്യം ലൈസൻസ് വേണമെന്ന് ആഗ്രഹമുള്ളവരും അതിനുവേണ്ടി നടക്കുന്നവരാണ്. ഇപ്പം നമ്മളോട് പറയുന്നത് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 വർഷത്തിന് ആ ഒരു സമയം എന്തായാലും അതിന് മേലെ എടുക്കുള്ളൂ, 30 സ്ലോട്ടേ അനുവദിക്കുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ പറയുന്നത് മെയ് 1-ാം തീയതി മുതലുള്ള എല്ലാ ഡേറ്റും ക്യാൻസൽ ആയിരുന്നാണ്. അത് ഇത് വന്ന ഡേറ്റ് അതിൻ്റെ ക്യാൻസലേഷൻ വന്നത് COVID-19-നെതിരെ ക്യാൻസലേഷൻ വന്നിട്ടുള്ളത്. അത് വന്നത് ഇലക്ഷൻ കഴിഞ്ഞിൻ്റെ രാത്രിയാണ് വന്നിട്ടുള്ളത്. അതായത് വെള്ളിയാഴ്ച രാത്രി 9:30-ക്കാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. അതിന് കാരണം പറയുന്നത് COVID-19-ആണ്. അത് എവിടുത്തെ പ്രോട്ടോക്കോളാണ്? അതൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള 1500-ഓളം അപേക്ഷകൾ റദ്ദ് ചെയ്തതായാണ് വിവരം. ഇവർക്കിനി ഡ്രൈവിംഗ് ടെസ്റ്റിന് അവസരം ലഭിക്കണമെങ്കിൽ പുതുതായി അപേക്ഷ നൽകേണ്ട സ്ഥിതിയാണുള്ളത്. ലൈസൻസ് എടുത്ത് വിദേശത്ത് പോകാൻ കാത്തിരുന്നവർ, വിദ്യാർത്ഥികൾ, വിവിധ ജോലിക്കാർ ഉൾപ്പെടെയുള്ളവരുടെ അടക്കം ടെസ്റ്റിനുള്ള അവസരം നഷ്ടപ്പെട്ടു. നമ്മൾ ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ട് വിദേശത്ത് പോകേണ്ടവരും ഇത് കഴിഞ്ഞിട്ട് പഠനാവശ്യത്തിന് പുറത്ത് പോകേണ്ട ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ കറക്റ്റ് കാരണം അറിയാതെ അവരുടെ രക്ഷിതാക്കളും ഫാമിലിപ്പെട്ട ആളുകളും ഞങ്ങൾ സ്കൂളുകാരെ വിളിച്ചിട്ട് പരിധിയിലധികം ചൂടാവാറ്. പക്ഷേ നമ്മൾ വെച്ചാൽ നമ്മളൊരു ബിസിനസ് ആയതുകൊണ്ട് നമുക്ക് അവരോട് കച്ചറ രീതിയിൽ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഒതുങ്ങിക്കൂടാണ്. ഞാൻ മാത്രമല്ല, എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകാരും. അപ്പോൾ ഞങ്ങൾ പൈസ വാങ്ങിച്ചതാണ്. പൈസ വരെ തിരിച്ചു കൊണ്ട ആൾക്കാർ പൈസ ഞങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഒരു പ്രാവശ്യത്തിൻ്റെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഗ്ലാസ് വരെ എറിഞ്ഞ് പൊട്ടിക്കാൻ വേണ്ടി എടുത്ത് നോക്കിയതാണ്. ഈ ഒരു കാരണത്തിൽ ഈ ബോട്ട് കഴിഞ്ഞതിൻ്റെ തലേ ദിവസങ്ങൾ ചെറിയ അഭിപ്രായം ഉണ്ടായിരുന്നു ചെയ്യാന്നുള്ളത്. ലൈസൻസിന് അപേക്ഷിച്ചവരുടെ പരാതിയെ തുടർന്ന് ജോയിന്റ് RTO മേൽഘടകങ്ങൾക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ദിവസവും 120 പേർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയിരുന്നത് മെയ് മാസം മുതൽ 50 പേർക്ക് മാത്രമാക്കി നിജപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.